നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷനായ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ആ ഒരു മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കർണാടക കേരള അതിർത്തി ആ ഒരു ചേർന്നിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളിപ്പോൾ കറക്റ്റ് ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ടൗൺ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളത്. ഈ ഒരു ഭാഗത്തുണ്ട നല്ല അടിപൊളി റോഡാണ്, നമ്മുടെ 6 ലൈൻ റോഡ്. ഇവിടെ നേരെ മംഗളൂരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. ഇപ്പം ഇതിലൂടെ കർണാടക RTC ഒക്കെ പോയതേ ഉള്ളൂ. ഇപ്പം സമയം കറക്റ്റ് എത്രയായി? 1 മണിയായി. ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. നമ്മൾ തന്നെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നീലേശ്വരം, കാഞ്ഞങ്ങാടും കാസർഗോഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുമ്പള, ഉപ്പളയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. മഞ്ചേശ്വരത്ത് ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്നു വിചാരിക്കുന്നു. കാരണം ഇപ്പൊ നല്ല റോഡാണ്. അതെ, അത്യാവശ്യം. ഇതിപ്പോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് സർവീസ് റോഡ് നിന്നാണ്. ഈ ഒരു സർവീസ് റോഡ് തന്നെയാണ്. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ചെറിയ തോതിൽ തന്നെ മഴയും ഉണ്ട്. നമ്മൾ കോട്ടിടുന്ന സമയത്ത് ഈ ഒരു വണ്ടി ഇവിടെ വന്നതാ. ഇപ്പൊ നമ്മൾ ഉപ്പള എന്ന് പറഞ്ഞൊരു ടൗണിലെത്തി. ഇവിടെ ഈ പറഞ്ഞ റോഡിന്റെ പണി ഒന്നും കംപ്ലീറ്റ് ആയില്ല. നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് റോഡെല്ലാം മുഴുവൻ വെള്ളം കെട്ടി കിടക്കുകയാണ്. ഈ 6 വരി പാതേൻ്റെ ഈ ഒരു പണിക്ക് ശേഷം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, കംപ്ലീറ്റ് ആയാലും നമ്മൾ ഈ ടൗണെല്ലാം ആകെ മാറും. നമുക്കൊന്നും, കാരണം എല്ലാം മേലെ കൂടെയാണല്ലോ റോഡ് വഴി പോകുന്നത്, ഒന്നും മനസ്സിലാവില്ല. നല്ല ബ്ലോക്കായി. അതിന്റെ കൂടെ തന്നെ മഴയും. മഴയുണ്ട്, ചെറുതായി ചാറുന്നു. 2 വീലറിലാണ് ഈ പറഞ്ഞപ്പോൾ പോകാൻ ബുദ്ധിമുട്ട്. കുമ്പള ടൗണൊന്നും കണ്ടതേ ഇല്ല. കാരണം എല്ലാം ആകെ മാറി. ഈ നമ്മുടെ ഈ 6 വരി പാതേൻ്റെ പണിക്ക് ശേഷം ടൗണെല്ലാം ഒട്ടുമിക്ക മാറി. ഈ 2 വീലർ ആയാലും ഏറ്റവും വലിയ ഉപകാരം എന്താ പറയുന്നത്, ഈ ഒരു ഊട് വഴിയിൽ കയറി പോവാന്ന് മാത്രമാണ് 2 വീലറിന്റെ ഒരു ഉപകാരം. കാറിലാണെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് ആവും. 2 വീലർ ഉണ്ടായിട്ട് പോലും ഉപ്പള ടൗൺ ക്രോസ് ചെയ്യാൻ 20 മിനിറ്റിന് മേലെ ടൈം എടുത്തു. കാരണം നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഇവിടേക്ക് ഈ ഒരു പാലത്തിന്റെ വർക്ക് നടക്കുകയാണ്. കാരണം ടൗണിന്റെ അടിയിലേക്കൂടെ എല്ലാ റോഡ് വരുന്നത്, എല്ലാം പാലം ബേസ്ഡ് ആയിട്ടാണ് റോഡ് മൊത്തം പോകുന്നത്. ഇതാണ് മഞ്ചേശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പട്ടണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലായിട്ട് പോകാനുള്ളത്. അതുവഴി കർണാടക RTC. ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. ഈ താഴിലൂടെയാണ് നമ്മുടെ ഹൈവേ പോകുന്നത്. മുകളിലൊക്കെ ഈ ഒരു ഭാഗത്താണ് ഷോപ്പൊക്കെ ഉള്ളത്. മഞ്ചേശ്വരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സർവീസ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് മംഗലാപുരം ഭാഗത്തേക്കുള്ള ആംബുലൻസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ ഒരു സർവീസ് റോഡിലേക്ക് കയറാൻ ഞങ്ങൾ പെട്ട പാട്. കാരണം ഈ ഒരു ഇതിലോട്ട് കയറാൻ ഒരു ഡിവിഷൻ വേണ്ടേ. ഇനി ഇവിടെയാണ് ഉണ്ടായത്, അവിടെ നിന്ന് കയറി വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ പോകാനുള്ളൂ. കാസർഗോഡ്, മംഗളൂരു ഈ റൂട്ടിലുള്ള കൂടുതലായിട്ടുള്ളത് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് കേട്ടോ. ബസ് ഉണ്ട്, പക്ഷെ കുറവാണ്. നമ്മൾ ഇവിടുന്ന് ഉണ്ടല്ലോ ആ റെയിൻകോട്ടൊക്കെ ഊരി വെച്ചാണ്. പക്ഷെ വീണ്ടും മഴ വന്നു. 1:55 സമയം. ഇപ്പം ഉണ്ടല്ലോ ഒരു ട്രെയിൻ വരാനുണ്ട്. അതിൻ്റെ തിരക്ക് എന്തായാലും സ്വാഭാവികം ഉണ്ടാവും. നല്ല മഴ, നല്ല രീതിയിൽ നനയും ചെയ്തു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. തൽക്കാലം നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി ആ ഒരു ഭാഗത്തേക്കായിട്ട് വണ്ടി നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം വരെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അതാണ് ഹൈവേ, ആ ഒരു ഭാഗം. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നേരത്തെ ഇറങ്ങി വന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോട്ടങ്ങ് ആ ഒരു ഭാഗത്തു നിന്നാണ് മാറ്റിയത്. ആ കോട്ട് മാറ്റിയ സമയത്ത് തന്നെയാണ് നല്ല അടിപൊളി മഴ വന്നത്. വീണ്ടും മഴ നനഞ്ഞു. പക്ഷെ ഒരു കുട എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകണമല്ലോ. പോകണം. ഇനിയിപ്പോൾ നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകണം. ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഇതിന് ബോർഡൊന്നുമില്ല. ഇതേതോ സ്പെഷ്യലോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം. ഇത് കയറി നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. അവിടെ ഇപ്പം ഒരു ട്രെയിൻ വരാനുണ്ട്, അതിൻ്റെ തിരക്കും അവിടെ ഉണ്ട്. ഇവിടെ ഒരു പട്ടിക്കുടനൊക്കെ കിടക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം വെള്ളം കയറി ചളിയായി. എവിടെയൊന്നും പ്രശ്നമില്ല. ഇതാണ് കാഞ്ഞങ്ങാട് കണ്ണൂർ സൈഡ്, ഇത് മംഗലാപുരം. ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. കാരണം അവിടെ നിന്നാലേ ട്രെയിൻ വരുന്നത് നല്ല രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ എല്ലാ വഴിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുഴുവനും റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെളിയാണ് നല്ല രീതിയിൽ. ഇപ്പോൾ വരാനുള്ള ട്രെയിൻ മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ മെയിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ട്രെയിൻ നമ്പർ 126-02
മംഗളൂരു സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ മെയിൽ ഇതാ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്. മഞ്ചേശ്വരത്ത് സ്റ്റോപ്പുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെയിനുകളിൽ ഒന്നാണിത്. ലെജൻഡറി മെയിൽ. ഈ മെയിലിന് ഇവിടെ സ്റ്റോപ്പ് കൊടുത്തത് വളരെ വലിയ ഉപകാരമാണ്. കാരണം എന്താ പറയുക, നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു അൺറിസർവ്ഡ് കോച്ചസൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. സൂപ്പർ ഫാസ്റ്റ് മെയിൽ. ഇതന്നെ വെസ്റ്റ് കോസ്റ്റ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട് കണ്ടോ, അതവിടെ തന്നെ റേക്ക് ഷെയറിങ്ങിൻ്റെ ആ ഒരു ഇത് കണ്ടോ. അതുപോലെ തന്നെ മാവേലി, മലബാർ എല്ലാം എല്ലാം സെയിം തന്നെയാണ് ഏകദേശം. ഇത് ഗാർഡ് ഇവിടെ 1 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. വണ്ടി എടുത്ത് എല്ലാവരും ഡോറിൻ്റെ അവിടെ തൂങ്ങിയ അത്രയും തിരക്കാണ്. ഇനി ഈ റെയിൽവേ സ്റ്റേഷനിൽ ആരും ഉണ്ടാവില്ല. ഇപ്പോഴേ ഇവിടെ സ്റ്റോപ്പില്ല, ട്രെയിനില്ല. ഇതുവഴി ഒരുപാട് ട്രെയിൻ കടന്നു പോകും, അത് നമുക്ക് കാണാം. മഞ്ചേശ്വരത്ത് ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. 1, 2, 3. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. മെയിൻ ഭാഗം അവിടെയാണ്. പിന്നെ ഇവിടെ നേരത്തെ നിർത്തിയിട്ടുള്ള ഒരു വണ്ടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിൽ ബോർഡ് കണ്ടത് മംഗളൂരു കൊച്ചുവേളി എന്നാണ്. അത് ഏതോ എനിക്ക് തോന്നുന്നു ഏതോ സ്പെഷ്യലോ വേറെ എന്തോ ഒരു ഇതായിരിക്കാം. മംഗളൂരു കൊച്ചുവേളി. ഇത് ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതേ മംഗളൂരു ജംഗ്ഷൻ കൊച്ചുവേളി. ശരിക്കും പറഞ്ഞാൽ അന്ത്യോദയമായിട്ട് വേറെ എന്തെങ്കിലും റീസണായിട്ട് ഓടുന്ന വണ്ടിയാണോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അങ്ങ് ആ ഒരു ഭാഗം വരെ പോവാം. അവിടെ നല്ല വലിയൊരു നെയിം ബോർഡുണ്ട്. അടുത്ത മഴ വരുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തണം. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നെയിം ബോർഡുള്ള ഈ ഒരു ഭാഗത്ത് തിരികെയാണ്. ഇവിടെ എത്ര ഭാഷകളുണ്ട് നമുക്ക് നോക്കാം. ഇതേ 4 ഭാഷകൾ. ആദ്യം തന്നെ കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഈ 4 ഭാഷകളിൽ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. MJS എന്നാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രെയിനൊക്കെ വരാനുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്, രാജധാനി, പിന്നെ ഒരു പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. അത്രയും വണ്ടികൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ബോർഡർ ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ കന്നഡ വന്നത് കേട്ടോ. അല്ലെങ്കിൽ നോർമലി ഇവിടെ കന്നഡയിൽ നിന്ന് എഴുതൂല. കാരണം കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷ എഴുതേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഇതേ പേര് നമ്മുടെ പാറശാലയിൽ പോയി കഴിഞ്ഞാൽ, പാറശാല എന്ന് പറയുന്നത് തമിഴ്നാട് കേരള ബോർഡർ ആണല്ലോ, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ. അവിടെ തമിഴും മലയാളം ഉണ്ട്. അതുപോലെ നമ്മളിവിടെ എനിക്ക് തോന്നുന്നു ഉപ്പളയിലും ഉണ്ട് തോന്നുന്നു കന്നഡ. അപ്പം ഈ നമ്മുടെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സപ്തഭാഷ സംഗമമാണ്. അതായത് 7 ഭാഷകൾ നമ്മുടെ ജില്ലയിൽ സംസാരിക്കുന്നുണ്ട്. ഞാനും മനു എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വെള്ളരിക്കുണ്ട് താലൂക്ക്, ആ ഒരു മലയോര പ്രദേശമാണ്, താഴെ ഭാഗത്താണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഭാഷ എന്ന് വെച്ചാൽ നമ്മളിപ്പം കൂടുതൽ വീഡിയോയിൽ ഒരു അച്ചടി രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലത്തെ ഭാഷ ഇങ്ങനെയല്ല, വേറൊരു കണ്ണൂര് ആ ഒരു കാസർഗോഡ് ഒരു അങ്ങനെ ഇടകലർന്നൊരു ഭാഷയാണ്. പക്ഷേ നമ്മുടെ ഒരു നിങ്ങൾ സിനിമയിലൊക്കെ കാസർഗോഡ് ഭാഷ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അത് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് നിന്ന് ഇപ്പുറത്തേക്ക് വന്നല്ല. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാസർഗോഡ്. അവരൊക്കെ സംസാരിക്കുന്ന ഒരു വേറെ രീതിയാണ്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം, ഈ പറഞ്ഞ കുമ്പള ഉപ്പള ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ ഈ കന്നഡ സംസാരിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ തുളു, കൂടുതലും തുളു ഉണ്ട്, ഒരുപാട് തുളു സംസാരിക്കുന്നവരുണ്ട്. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക കന്നഡ വെച്ചത്. ഇവിടെ ഇപ്പോൾ റെഡ് സിഗ്നലാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ രാജധാനി എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. ഇത് ഇവിടെ നിൽക്കും എന്തായാലും. കുറച്ച് സ്പീഡിൽ പോകണമായിരുന്നു, എന്നാലല്ലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ.
ഇവിടെ നിന്നു. കേരളത്തിൻ്റെ കൊമ്പൻ. ഇതിൽ ഞങ്ങൾക്ക് ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു തവണ യാത്ര ചെയ്യണം. ലല്ലാഗുഡേൻ്റെ WP7 ആണ് ലോക്കോമോട്ടീവ്. ഗ്രീൻ സിഗ്നലായി. ഇപ്പോൾ ഹോൺ അടിക്കും. എന്താ ഹോൺ അടിക്കാത്ത? യെസ്, ഫ്ലാഗ്. രാജധാനി എക്സ്പ്രസ്. അങ്ങനെ അതും പോയി. B1 3rd AC. ഇത് പുതിയ കോച്ചാ. ഇത് ഇന്നലെ രാവിലെയാണ് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ കന്നഡയിൽ എഴുതിയത് മഞ്ചേശ്വര എന്നാണ്. ഇനിയിപ്പോൾ ഈ ഒരു മംഗലാപുരം ഭാഗത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഉള്ളാൽ, അത് കർണാടക. ഇപ്പം പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വരാനുണ്ട്, അത് ഉള്ളാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ വരും. പൂനെ ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് വയ പനവേൽ. ഇത് ഇവിടെ നിർത്തൂല, കാരണം ഗ്രീൻ സിഗ്നലാണ്. ഇത് പൊതുവേ നല്ല ഡിലേ ആയിട്ട് വരുന്നൊരു ട്രെയിനാണ്. ഇന്നെന്തോ ഓൺ ടൈം തന്നെയാണ്. രാജധാനീൻ്റെ പുറകെ വെച്ച് പിടിക്കുന്ന വണ്ടി ഇത്. നമുക്ക് വേണ്ടി ലേറ്റ് ഇട്ട് വന്നിരിക്കുകയാണ്. സന്തോഷം. ഏതൊരു റെയിൽ ഫാനും കിട്ടുന്ന വലിയൊരു ആദരവ്. മുഴുവൻ സ്റ്റിക്കറാണ് വണ്ടിക്ക്. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയായത്. അതുപോലെ തന്നെ പൂനെ ദർഭംഗ എക്സ്പ്രസ് ആയിട്ടും. മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മളിവിടെ വന്നതിന് ശേഷം അത്യാവശ്യം സ്പീഡിൽ പോകുന്നൊരു വണ്ടിയായിട്ട് കണ്ടത് ഇതിനെയാണ്. ഇനിയിപ്പോൾ ഇവിടെ വരാനുള്ളത് ഏറനാട് എക്സ്പ്രസ് ആണ്. ഞങ്ങളിനിപ്പോൾ അതുവരെയൊന്നും കാത്തിക്കുന്നില്ല. ഈ ഒരു മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളിനിപ്പോൾ നേരെ ആ ഒരു ബോർഡർ സൈഡിലോട്ടാണ് പോകുന്നത്. അതായത് തലപ്പാടി ഭാഗത്തേക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അന്ത്യോദയമായിട്ട് വല്ല എന്തെങ്കിലും പ്രശ്നമായിട്ട് പോകുന്നതാണെന്നാണ് ഞാനത് വിചാരിച്ചത്. പക്ഷേ ഇതിൽ സ്ലീപ്പറും ഉണ്ട്.
കൊച്ചുവേളി മംഗളൂരു എന്നാണ് കാണുന്നത്, മംഗളൂരു ജംഗ്ഷൻ. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വരുമ്പോൾ എന്തോരം മഴയുണ്ടായതെന്ന് അറിയോ. അയ്യോ, മര്യാദക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വരാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മഴയൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നു തലപ്പാടി ബോർഡർ സൈഡിലോട്ടാണ്. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ഉള്ളത്. ആദ്യം ഈ ഒരു സർവീസ് റോഡിൽ നിന്ന് കയറി അങ്ങ് വന്നു, അവിടെ നിന്നാണ് പിന്നെ നേരെ ഹൈവേയിലോട്ട് കയറാനുള്ളത്. അപ്പം നമുക്ക് നേരെ പോവാം. വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് മൊത്തം നല്ല രീതിയിൽ ചെളി, വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് ഭാഗത്തേക്കാണ് മംഗലാപുരം തലപ്പാടി ഭാഗം, റൈറ്റ് ഭാഗത്തേക്ക് കാസർഗോഡ്. നമ്മുടെ 6 പേര് ദേശീയപാതേൻ്റെ നല്ല അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതാ വീണ്ടും കർണാടക RTC ബസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുമ്പം കണ്ടില്ല, ഉപ്പള ടൗണിലൊന്നും അധികം വലിയ പണിയൊന്നും അധികം കഴിഞ്ഞില്ല. കാരണം അവിടെ പാലത്തിന്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ വീണ്ടും ലയിച്ചിട്ടിട്ട് ഒരു കർണാടക RTC. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, വളരെയധികം കുറവാണ്. കാരണം എന്താ പറയുക, നമ്മളെ ഈ കാസർഗോഡ് മംഗലാപുരം റൂട്ടിൽ കർണാടക RTC എത്രയാണ് ഇങ്ങനെ മിനിറ്റിന് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയിൻ സർവീസ് പോലെ. പക്ഷെ ഇവിടെ കേരള RTC കാണുന്നത് കുറവാണ്. പക്ഷെ ഉണ്ട്, നമ്മൾ ഈ വരുന്ന സമയത്ത് ഒന്നും കണ്ടില്ല. ഇവിടെയൊക്കെ റോഡ് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ കർണാടക എത്തി, തലപ്പാടി എത്തി. തലപ്പാടിയാണ് നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള അവസാനത്തെ ഗ്രാമം എന്ന് പറയാം. അപ്പം അത് കഴിഞ്ഞാൽ നേരെ കർണാടകയിലേക്ക് കയറും. ഇതേ ഒരു കേരള RTC കാസർഗോഡ് വണ്ടി കണ്ടു. ഏതായാലും അത് അതിന് പുറകെ വേറെ വണ്ടി, അതായത് കർണാടക വണ്ടി. പിന്നെ കേരളവും കർണാടക ഏതായാലും ഒരു വാശി തന്നെ ആയിരിക്കുമല്ലോ. അല്ല, ഇത് പറയുന്ന സമയത്ത് കർണാടകയിൽ എടുത്തു പറയണം. കാരണം കർണാടക ഒരുപാട് വണ്ടികളുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള അവസാന സ്ഥലം തലപ്പാടി. ബസ്സൊക്കെ ഇവിടെ നിർത്തുള്ളൂ. കേരളത്തിന്റെ ഇവിടുന്ന് വരുന്ന കാസർഗോഡ് ഭാഗത്തേക്കുള്ള വണ്ടിയല്ല. ഇപ്പം കുറച്ച് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആയി. ഒരു ടോൾ എത്തിയിരിക്കുകയാണ്. കർണാടക കയറി വരാം അല്ലേ? പിന്നെ ഇവിടെ എത്തി സ്ഥിതിക്കാൻ തന്നെ കർണാടക പോകണമല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് തവണ പിന്നെ നമ്മുടെ കാസർഗോഡുകാർക്ക് പിന്നെ മംഗലാപുരം ഒരു ആശ്രയം തന്നെയാണല്ലോ. ഈ വണ്ടിയും കൊണ്ട് ഇന്ത്യയിലത്തെ എത്ര ടോൾ ഗേറ്റിലേക്കൂടെ പോയിട്ടുണ്ടെന്ന് അറിയാം. കാശ്മീരി യാത്രയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട്. അത് ടോൾ ഗേറ്റ് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മാംഗ്ലൂർ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ കാണാമല്ലോ. ഇതൊക്കെ മീൻ വണ്ടിയും അതുപോലെ തന്നെ ലോറികളൊക്കെ. അതെ, ഇതൊക്കെ മീനാണ്. കർണാടക RTCനെ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ തലപ്പാടി പോയി ആ ഒരു ടോൾ ഗേറ്റ് വഴി തന്നെ തിരിച്ചും വന്നു കേട്ടോ. കാരണം അധികം ഞങ്ങൾ കർണാടകേൻ്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ ഒരു സർവീസ് റോഡിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതേ ഒരു വണ്ടി അവിടെ വരുന്നുണ്ട്. അത് തലപ്പാടിയിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഒരു വണ്ടി തന്നെ. അതിൽ ഈ ഭാഗത്തേക്ക് വരുന്ന ബസ്സിനെല്ലാം കന്നഡയും മലയാളം ഉണ്ടാവും കേട്ടോ. അതായത് കന്നഡക്കാരും ഉണ്ടാവുമല്ലോ കേരളത്തിലേക്ക് ഒരുപാട് വരുന്നത്. അവർക്കായാലും ഹെൽപ്ഫുള്ളാണ് ഈ ഒരു 2 ഭാഷകളും വെക്കുന്നത്. ഇപ്പം നേരെ അതായത് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ആ ഒരു മഞ്ചേശ്വരം ഭാഗത്തെത്തും. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മഞ്ചേശ്വരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, അധികം വലിയ ലെങ്ത് ഒന്നുമില്ല ഈ ഒരു വീഡിയോക്ക്. അതുപോലെ തന്നെ അതിർത്തി ആയതുകൊണ്ട് മനു പറഞ്ഞ പോലെ തന്നെ കന്നഡയുണ്ട്, മലയാളമുണ്ട്, അങ്ങനെയുള്ളൊരു ഭാഷയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ, നമ്മുടെ തിരുവനന്തപുരം തെക്കൻ കേരളത്തിലേക്ക് ഈ ഒരു നാട്ടിലുള്ള ഭാഷ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. തുളുവാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതായത് നവി നേരത്തെ പറഞ്ഞില്ലേ കാസർഗോഡിന്റെ ഒരു ഭാഷയുണ്ടെന്ന്. അതായത് എന്തെന്നറ കളിക്കുന്ന ഏറെ പോയിന് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് രണ്ടാൾക്കും അറിയില്ല ആ ഒരു ഭാഷ. അത് ഈ കാസർഗോഡിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മുടെ ഈ മഞ്ചേശ്വരം, ഈ കുമ്പള ഉപ്പള ആ ഒരു റീജിയനിലാണ് കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ പിന്നെ ഈ കൂടുതൽ കുടിയേറി പാർത്ത ആ ഒരു റീജിയനിലാണ് നമ്മൾ. അപ്പം അച്ചടി ഭാഷ നമ്മൾ ഓക്കെയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഇങ്ങനെയൊന്നല്ല, അത് വേറെ രീതിയാണ്. എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മീഡിയയിൽ ഉള്ളവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ മഞ്ചേശ്വരത്ത് കുറച്ച് ട്രെയിനുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് വേറെ ട്രെയിൻ ഒന്നും തന്നെ പോകുന്നില്ല. ഇതിന്റെ തൊട്ടിപ്പുറത്ത് വരുന്നത് ദക്ഷിണ കന്നഡ ജില്ലയാണ്. തലപ്പാടി ഇപ്പുറത്ത് മംഗലാപുരമാണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. അടുത്ത് തന്നെയാണ് മംഗലാപുരം. നമ്മൾ ഒരുപാട് പോയാണ്. ഇവിടുന്ന് ഈ ഒരു ബോർഡർ കണ്ടല്ലോ, അവിടുന്ന് കാസർഗോഡേക്ക് വരുന്ന നമ്മുടെ കേരള ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സുകളും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.